ഹലോ, ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു പുസ്തകത്തിൻ്റെ റിവ്യൂ ഒന്നും അല്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ള കുറച്ച് പുസ്തക ശേഖരത്തെ നിങ്ങളെ കാണിച്ചു തരാം, അത്രയേ ഉദ്ദേശമുള്ളൂ. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം കേട്ടോ എനിക്ക് സ്വന്തമായിട്ടൊരു വലിയ ലൈബ്രറി വേണമെന്നുള്ളത്. അപ്പോൾ അതിനകത്തേക്കുള്ള ആദ്യ പടി എന്ന പോലെയുള്ള എൻ്റെ കൊച്ചു പുസ്തക ശേഖരമാണേ. ഞാൻ വായിച്ച ഓരോ പുസ്തകങ്ങളും എൻ്റെ കയ്യിലിരിക്കുന്ന കാലത്തോളം അതെൻ്റെ മക്കളായിരിക്കും. എനിക്ക് അത്രയും ഇഷ്ടമാണ് എൻ്റെ പുസ്തകങ്ങളെ. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയും, ആരെങ്കിലും പുസ്തകം ചോദിക്കുകയാണെങ്കിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തിരിച്ചത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മാത്രം കൊണ്ടുപോവുക, അല്ലെങ്കിൽ അതെടുക്കാതിരിക്കുക. ഞാൻ അങ്ങനെ പറഞ്ഞ് പലരെയും മുഷിപ്പിച്ചിട്ടുണ്ട്. ഞാനെന്നല്ല, പുസ്തകം വായിക്കാൻ ഇഷ്ടപ്പെടുന്ന, പുസ്തകത്തോട് ഇഷ്ടമുള്ള ഏതൊരാളും പലപ്പോഴും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. ഞാൻ കാത്തിരുന്ന് വാങ്ങിയ പുസ്തകമാട്ടോ മെലൂഹയിലെ ചിരഞ്ജീവികൾ. ഇതൊരു സീരീസാണ്. ആ സീരീസിലെ 3 പുസ്തകങ്ങളും ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത്, അതായത് അതിൻ്റെ പ്രിൻറ്റിങ് നിർത്തിയിട്ടും ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഒരു വർഷത്തോളം, ഒരു ബുക്ക് കിട്ടിയിട്ട് ഒരു വർഷത്തോളം എടുത്തു ബാക്കി 2 പുസ്തകങ്ങൾ എനിക്ക് കിട്ടാൻ വേണ്ടി. അത്രയും വെയിറ്റ് ചെയ്തിട്ട് ഞാൻ വായിച്ച പുസ്തകം കേട്ടോ. അടിപൊളി പുസ്തകം. ഡീറ്റെയിലിംഗ് ഒക്കെ അപാരമാണ് അമീഷിൻ്റെ. ദേവദാസ് എന്ന പുസ്തകത്തെ പറ്റി പറയാനായിട്ട് എനിക്ക് വാക്കുകളില്ല എന്ന് തന്നെ പറയാം. ചാരുലത, ദേവദാസ്, ഇത് രണ്ടും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ് കേട്ടോ. പക്ഷെ ഇച്ചിരി കൂടുതൽ ഇഷ്ടം എനിക്ക് ദേവദാസിനോടാണ്. പാർത്ഥിപൻ കനവ് ഞാൻ കൽക്കി പൊന്നിയിൻ സെൽവൻ ഇറങ്ങിയപ്പോൾ ആ ബുക്കിൻ്റെ ഓർഡർ ആയതുകൊണ്ട് ഞാൻ പാർത്ഥിപൻ കനവ് വാങ്ങിയതാണ്. പൊന്നിയിൻ സെൽവൻ പറയാതിരിക്കാൻ വയ്യ, എന്നെ കരയിപ്പിച്ചൊരു നോവലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി നോവൽ തീർന്നപ്പോൾ. അർദ്ധനാരീശ്വരൻ എൻ്റെ ഡിഗ്രിയിലെ പ്രൊജക്റ്റിൻ്റെ വിഷയമായിരുന്നു. ഞാൻ പ്രൊജക്റ്റിൻ്റെ ടോപ്പിക് അതാണ് എടുത്തത്. ചുവർച്ചിത്രങ്ങൾ എൻ്റെ PGയുടെ പ്രൊജക്റ്റിൻ്റെ വിഷയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 പുസ്തകങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഈ പുസ്തകം ഞാൻ ഇതിൻ്റെ കവർ പിക്ക് കണ്ടുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് എങ്ങനെ എന്താണെന്നൊന്നും ഒരു പിടുത്തം ഉണ്ടായില്ല. പക്ഷേ വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ബുക്കായിരുന്നു കേട്ടോ. നമ്മുടെ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ പഠിപ്പിച്ച മാഷിൻ്റെ പുസ്തകം വരുന്നത് എന്ത് സന്തോഷാലേ. അതുപോലൊരു സന്തോഷമാണ് ഈ പുസ്തകം. അജു കെ നാരായണൻ ഈ പുസ്തകത്തിൻ്റെ ഓഥർ എന്നെ പഠിപ്പിച്ച എൻ്റെ മാഷാണ്. ഈ പുസ്തകം കേട്ടോ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സുഗന്ധി എന്ന കണ്ടാൾ ദേവനായകി TD രാമകൃഷ്ണൻ്റെ, അതായത് നമ്മുടെ ഫ്രാൻസിസ് ഇറ്റിക്കോരയുടെ ഓഥർ. ഫ്രാൻസിസ് ഇറ്റിക്കോര ഞാൻ ഓൾറെഡി വായിച്ചു കഴിഞ്ഞായിരുന്നു. ഞാൻ വായിച്ചതും വായിക്കാത്തതും ആയിട്ടുള്ള പുസ്തകങ്ങളുണ്ട് കേട്ടോ. ചില പുസ്തകങ്ങളൊക്കെ ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിയിട്ടൊക്കെ ഉണ്ട്. എല്ലാ പുസ്തകങ്ങളും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. വായിക്കാനും പുസ്തകങ്ങളോടൊക്കെ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നോവൽ ഏതാണെന്നും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരനോ എഴുത്തുകാരിയോ ആരാണെന്നും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ.